ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എൽസ് ബൈ ഹേദൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു ഈവനിങ് വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മുടെ കസിനാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പോവാണ് അപ്പോൾ ഇവന് ടാറ്റ ബൈ പറയാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവൻ പോയിട്ട് ബാക്കി വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾ കണ്ടത് ആൻറ്റിയുടെയും മോൻ്റെയും സ്നേഹപ്രകടനം. അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ വീട്ടിലുള്ള റംബൂട്ടാനൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പഴുത്തിട്ടില്ല, ചിലതൊക്കെ പഴുത്തിട്ടുണ്ട്. പിന്നെ ഇത് വീട്ടിലിങ്ങനെ കുറേ ചെടിച്ചട്ടികൾ അമ്മ നിരത്തി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. കാരണം നമ്മൾ മഴയത്ത് ഈ ചെളി ചവിട്ടി അകത്ത് കയറുമ്പോൾ എന്തായാലും മറ്റെന്തെങ്കിലുമൊക്കെ നാശമാവുമല്ലോ, ഫ്ലോറൊക്കെ ചെളിയാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെടികൾ വെച്ചാൽ നമ്മൾ അതിൽ കൂടെ കയറും. അപ്പോൾ അമ്മയ്ക്ക് ഈ ഭാഗം സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ഐഡിയകളാണ് കഴിച്ചത്. മഴക്കാലമായ അമ്മ അങ്ങനെ വെക്കും. പിന്നെ ഇത് അപ്പനെ കണ്ട കുട്ടിയുടെ ചേട്ടനാണ്, നമ്മുടെ കസിൻ തന്നെയാണ് ഇവനും പോവാണ്. അപ്പോൾ ഇവനോട് യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ പറയാൻ വേണ്ടി വന്നതാ. പ്ലേ ബട്ടണൊന്നും കിട്ടില്ല. നീ ഫ്രീക്കനായിട്ടല്ലോ മുടിയൊക്കെ വെട്ടിട്ട്. ഇത് ഞാൻ യൂട്യൂബിലോട്ട് യൂട്യൂബ് ചാനലാണ്. നമ്മൾ ഇത് ഹേദലിയുടെ കസിനാണ്. പിന്നെ ഇപ്പം അമ്മ ചായ കുടിച്ചപ്പോൾ ഞാൻ മുടി ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ട് ചായ എന്ന്. അപ്പം അമ്മ ഇങ്ങോട്ട് ഇത് ഞാൻ വെച്ച ചായയല്ലേ എന്ന് പറഞ്ഞിട്ട് തക്കടിച്ചു. അപ്പോൾ നമ്മള് ഹൈ ഡാൻസ് ഒക്കെ എന്തെങ്കിലും തിന്നണ്ടേ, ഹൈ ഡാൻസ് ഒക്കെ ഇത്രയൊക്കെ ചെയ്യാനല്ലേ ഒരു ലൈക്കും സബ്സ്ക്രൈബ് മതി. എന്താ പാവം. അപ്പൊ ഇവര് രണ്ടുപേരും ഇപ്പൊ സ്കൂൾ തുറക്കാറായില്ലേ, ബാഗ് മേടിക്കാൻ പോവല്ലേ. ബാഗ് ബുക്ക് ആണ് എന്തൊക്കെയൊക്കെയോ. ബൈ പറ. അപ്പോൾ അവരൊക്കെ പോയി. അപ്പോൾ ഞാനിങ്ങനെ ഇനി എന്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ അടുക്കളയിൽ അമ്മ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി ബ്രെഡ് മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബ്രെഡ് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇത് എൻ്റേതായ രീതിയിൽ മാത്രം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണോ ഉണ്ടാക്കാല്ലേ എന്നൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ വെറും എനിക്കിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി. നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും അവസാനം ടേസ്റ്റ് വന്നാൽ മതിയല്ലോ, ഹെൽത്തി ആയാൽ മതിയല്ലോ. ഹെൽത്തി പ്ലസ് ടേസ്റ്റി അത്ര ആവശ്യമുള്ളൂ. ഇത് പുറത്ത് നല്ലോണം കരിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ കൊള്ളാമെന്നാണ് അമ്മ പറഞ്ഞത്. ഡോൺ ജഡ്ജ് ബുക്ക് ബൈറ്റ്സ് കവർന്നാണല്ലോ, അങ്ങനെ വിചാരിച്ച് ആശ്വസിക്കാം. ഉള്ളിൽ കറക്റ്റാ, പക്ഷെ പുറം കരിഞ്ഞിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. കാര്യം നല്ലതല്ലേ. ഇതിപ്പോൾ വീണ്ടും നമ്മുടെ വീട്ടിൽ വേറെ പിള്ളേർ വന്നു ഗൈസ്, നമ്മുടെ കസിൻസ് തന്നെയാണ്. അപ്പോൾ അവരോടും ചോദിക്കുക ഇഷ്ടപ്പെട്ടോ എന്ന്. അവരും ഇഷ്ടപ്പെട്ടു. അവർക്ക് പിന്നെ ഹേദൽ ചേച്ചി എന്ത് വെച്ചാലും ഇഷ്ടപ്പെടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്ത് വെച്ചാൽ ഓക്കെ. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വീടൊക്കെ അടിച്ച് വരില്ലേ. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് അടിച്ച് വരണം, കുളിക്കണം, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗായിരിക്കും. നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ, പിച്ച വെച്ച് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരിക്കും ഗൈസ്. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒളിച്ചപ്രാന്തി കളിക്കാൻ പോവാം പിള്ളേരുടെ കൂടെ. അത് കഴിഞ്ഞിട്ട് കുളിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കട്ടൗട്ടാ കഴിഞ്ഞു. ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. കുളിച്ചു, സ്കിൻ കെയർ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇനി എന്താ കുറച്ച് തുണി വിരിച്ചിടാനുണ്ട്. ഉണങ്ങിയ തുണികൾ തന്നെ ചെറുതായിട്ട്, മഴയില്ല, ചെറുതായിട്ട് ഉണങ്ങിയത് നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ട് വിരിച്ചിടും മുകളിൽ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.